ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആര്യോറ ബൈ AJ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആരി സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നതാണ്. നമ്മളൊരു സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമുക്ക് കിട്ടാറ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഒരു ബിഗിനറായ എനിക്ക് പറ്റിയ തെറ്റുകളും ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷമല്ല, എന്നെപ്പോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിത് ഷോപ്പിൽ വെച്ച് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ആരി സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചത് 450 രൂപയ്ക്കാണ്. ഇതിൻ്റെ ഫ്രെയിം ഉൾപ്പെടെയാണെങ്കിൽ നമുക്ക് 550 രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ലാഭത്തിലാണ് നമുക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടിയതെന്ന്. ഫ്രെയിം ഉൾപ്പെടെ നമുക്ക് പുറത്തുനിന്ന് 550 രൂപയ്ക്കാണ് കിട്ടുന്നത്. എന്നാൽ ഓൺലൈനിൽ അത് നേരെ 730 640 റേഞ്ചിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക. ഷോപ്പ് മാറുന്നതിനനുസരിച്ച് ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും ഏറ്റവും ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ കടകളിൽ നിന്ന് വാങ്ങുമ്പോഴാണ്. ഇതിലൊരു റൗണ്ടും 4 അഡ്ജസ്റ്റബിൾ ലെഗ്സുമാണ് വരുന്നത്. ഈ കാണുന്ന പാർട്ടിലായിരിക്കും നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസിൽ ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഇതുണ്ട്. ഈ കാണുന്നതാണ് അഡ്ജസ്റ്റബിൾ ലെഗ്. ഇതിൻ്റെ ടോപ്പിലെ പോർഷനിലാണ് സ്ക്രൂ ഉള്ളത്. നമ്മളത് ലൂസാക്കി എടുക്കുക. അപ്പോൾ ആ സ്ക്രൂ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് തിരിച്ചിടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഈ കാണുന്നൊരു പോർഷനിലേക്കാണ് നമ്മളിനി സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സ്ക്രൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ അഡ്ജസ്റ്റബിൾ ലെഗിലോട്ട് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 4 കൂടി ചെയ്യാം. ഇതാ, അപ്പോൾ നമ്മൾ 4 സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി കാണിക്കാൻ പോകുന്നതൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മളുടെ ഫ്രെയിമിലുള്ള അഡ്ജസ്റ്റബിൾ പോർഷനാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്രൂ നമുക്ക് ലൂസാക്കുക ടൈറ്റാക്കുക ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഫ്രെയിമിൻ്റെ വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യും. ഇത് കണ്ടോ, സ്ക്രൂ ലൂസാക്കുന്ന അനുസരിച്ച് ഓൾറെഡി നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ അത് നേരെ താഴേക്ക് വരികയാണ്. നമ്മൾ ജസ്റ്റ് അതേ പിടിച്ച് വലിച്ച് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല, അത് തനിയെ ഇങ്ങോട്ട് താഴേക്ക് വരികയാണ്. സ്ക്രൂ ലൂസാവാൻ തോറും അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ടൈറ്റ് ആക്കുമ്പോൾ മാത്രം നമ്മളിങ്ങനെ പിടിച്ചിട്ട് വേണം സ്ക്രൂ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ലെഗിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം കൂടിയാണ്. ഫൈനലി അതാണ് പറയാനുള്ളത്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫിക്സ് ചെയ്ത് അവരോട് കാണിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ 4 ലെഗിൽ 2 കാലിൻ്റെ ലെങ്ത് കുറവായിരുന്നു. സോ ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് കൂട്ടിയാലേ എനിക്കത് ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അത് വാങ്ങിക്കാൻ നോക്കുക. പിന്നെ എനിക്ക് തരുന്ന സമയത്ത് ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിയിരിക്കുമായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇത് വേണ്ട, വേറെ തരണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് മാറ്റി തന്നെ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പല ഭാഗത്തായിട്ട് പെയിൻറ്റൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഇതിലും മോശമായിരുന്നു മറ്റുള്ളതൊക്കെ. അപ്പോൾ ഏറ്റവും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ചെല്ലുന്നിടത്ത് നന്നായിട്ടുള്ളത് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ കാല് നേരെ നിന്നോളും. ഇതിൽ കുറച്ച് സ്ക്രൂ ലൂസാക്കിയാലേ നേരെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.